ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് കൃപയും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാരായണീയം വായിക്കാം. ദശകം 75 കംസവധമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിൽ 8ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഒടുക്കം വായിച്ചത് ഭഗവാൻ കൃഷ്ണൻ മല്ലന്മാരെയൊക്കെ 5 പേരെയും കൊന്നു. ബാക്കി മല്ലന്മാരെല്ലാം ഭയന്ന് ഓടിയപ്പോൾ കംസന് ഇത് കർത്തവ്യമൂഢനായി. കാരണം അദ്ദേഹം വിചാരിച്ചത് എന്താ, ആനയെ കൊണ്ട് കൊല്ലിക്കാമെന്ന് വിചാരിച്ച് നടന്നില്ല. ആനയുടെ കൊമ്പുകളെല്ലാം ഊരി ഭഗവാൻ തോളിലേറ്റ് നടന്നു, കാവൽക്കാരെ അടിച്ചു വീഴ്ത്തി. പിന്നെ എന്ത് വന്നു, മല്ലന്മാരെല്ലാം ഭഗവാൻ കൊന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇത് കർത്തവ്യ മൂഢനായി. ഇനി എന്ത് ചെയ്യേണ്ടുന്നു എന്നറിയാതെ അല്പനേരം ഇരുന്നു കംസൻ. അതിനുശേഷം പെരുമ്പറയാടി നിർത്തിച്ചിട്ട് എന്താ ചെയ്തത്, വന്ധ്യരായ വസുദേവാദികളെ വധിക്കാൻ തുടങ്ങി. ഭഗവാന്റെ മാതാപിതാക്കളാണ് ദേവകിയും വസുദേവരും. ആ കുഞ്ഞിനെ അവർ നേരിട്ടൊന്നും കണ്ടില്ല. പ്രസവിച്ച ആ രാത്രി തന്നെയാണ് അവിടുന്ന് നന്ദഗോപുര അടുക്കേക്ക് കൊണ്ടുപോയത് കുഞ്ഞിനെ. അപ്പോൾ അന്നേ കാരാഗൃഹത്തിൽ ഇട്ടേക്കുക. അവരെ വധിക്കാൻ ഒരുങ്ങുന്നു ഈ കംസൻ. എന്നിട്ടോ രാമകൃഷ്ണന്മാരെ അകലേക്ക് ആട്ടിപ്പായിക്കാനും നിർദ്ദേശിച്ചു. കംസൻ്റെ ഈ ദുർവാക്കുകൾ കേട്ട ഭഗവാൻ എന്ത് ചെയ്തു, കുപിതനായി. എന്നിട്ട് എന്താ ചെയ്തത്, ഗരുഡൻ പർവ്വതത്തിലേക്ക് എന്ന പോലെ ഒറ്റച്ചാട്ടത്തിന്, ഒരു ഗരുഡൻ എങ്ങനെയാണ് ഒരു പർവ്വതത്തിൻ്റെ മണ്ടിലേക്ക് ഒരു ചാട്ടം കുതിച്ച് അത് പർവ്വതത്തിലേക്ക് ചെന്ന് ചാടി വീഴുന്നത്, അതുപോലെ ഭഗവാൻ ഒരു കുതിപ്പിന് കംസനിരുന്ന മഞ്ചത്തിലെത്തി. ഒറ്റച്ചാട്ടത്തിന് കംസൻ സിംഹാസനത്തിൽ ഇരിക്കുകയല്ലേ, അവിടേക്ക് കുതിച്ചൊരു ചാട്ടം ചാടി. കംസനെ അല്ലാതെ നേരിട്ട് എതിർക്കാനും പിടിക്കാനും പ്രയാസമായതിനാൽ ബലാത്കാരമായി കംസനെ പിടിച്ചു. ഒരു ചാട്ടത്തിനൊരു ഒറ്റച്ചാട്ടം, നേരിട്ട് ചെന്നാലൊന്നും പറ്റത്തില്ല. അയാളിൽ വാളും അതൊക്കെ ഇരിപ്പുണ്ട്. ഭഗവാൻ എന്ത് ചെയ്തു, ഒരു കുതിപ്പിന് ചാടി അവൻ്റെ മഞ്ചത്തിൽ ചെന്ന് വീണു. എന്നിട്ട് കംസൻ അപ്പോഴെന്ത് ചെയ്ത്, അവനെ പിടിച്ചപ്പോൾ അവൻ വെട്ടാനും തട്ടാനും എതിർക്കാനും മുതിർന്നതിനാൽ ബലം പ്രയോഗിച്ച് തന്നെ കംസനെ ഭഗവാൻ കീഴടക്കി. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. നമുക്ക് 9ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 9. സദ്യോ നിഷ്പിഷ്ട സന്ധിം ഭുവി നരപതിം ആപാത്യ തസ്യോപരിഷ്ടാൽ തുയ്യാപേത്യ തദൈവ ത്വത് ഉപരി പതിതാ നാഗിനാം പുഷ്പവൃഷ്ടി കിം കിം ഭ്രൂമ തദാനീം സതതം അഭിഭിയാ ത്വൽഗതാത്മാ സഭേജേ സായൂജ്യം ത്വത് വധോത്ഥ പരമപരം ഇയം വാസനാ കാലനേമി. സദ്യോ നിഷ്പിഷ്ട സന്ധിം ഭുവി നരപതിം ആപാത്യ തസ്യോപരിഷ്ടാൽ തുയ്യാപയത്യയേ തദൈവ ത്വത് ഉപരി പതിതാ നാഗിനാം പുഷ്പവൃഷ്ടി. നാഗിനാശ സ്വർഗം, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. കിം കിം ഭ്രൂമസ്തദാനീ സതതമഭിഭിയാ ത്വൽഗതാത്മാ സഭേജേ സായൂജ്യം ത്വത് വധോ ഉത്ഥാ പരമപരം ഇയം വാസന കാലനേമി. കാലനേമിക്കാണ് കാലനേമേ എന്ന് കൊടുത്തേക്കുന്നത്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഈ കംസൻ കാലനേമിയായിട്ടുള്ള രാക്ഷസനായിരുന്നു. ആ വാസനയാണ് ഇവിടെ കംസനായിട്ട് വന്നത് ഈ ജന്മം. ഇത് പറയും. അങ്ങനെ ബലാത്കാരമായിട്ട് അവനെ കീഴടക്കി ഭഗവാൻ കംസനെ. ഉടനെ തന്നെ ആ കംസൻ്റെ സന്ധി ബന്ധങ്ങളെല്ലാം ഇടിച്ചു തകർത്തു. ആ രാജാവിനെ, അതായത് കംസനെ, മഞ്ചത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടിട്ട് കംസൻ്റെ മേൽ ചാടി വീണ് ആ ശരീരത്തിൽ കയറി ഇരുന്നപ്പോൾ ഭഗവാനെ, ഗുരുവായൂരപ്പ, ആര് പറയുന്നു, ഭട്ടതിരിപ്പാട്, വേഗത്തിൽ ദേവന്മാർ സന്തോഷിച്ച് അവിടുത്തെ ഉടലിൽ പുഷ്പവൃഷ്ടി ചെയ്തു. കംസൻ്റെ മുകളിൽ കയറിയിരുന്ന് അവനെ തകർത്തു ഭഗവാൻ.
മഞ്ചത്തിൽ നിന്ന് താഴേക്ക് തള്ളി ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ സന്ധി ബന്ധങ്ങളെല്ലാം ഇടിച്ചങ്ങ് തകർത്തു. ചാടി വീണ് അവൻ്റെ ശരീരത്തിൽ കയറി ഇരുന്നിട്ട് ചാടി വീണ് ആ ശരീരത്തിൽ കയറി ഇരുന്നപ്പോൾ വേഗത്തിൽ ദേവന്മാർ ഉടനെ അവിടെ നോക്കി നിൽക്കുക. ആകാശത്ത് ദേവന്മാർ ഭട്ടതിരിപ്പാട് പറയുക, സന്തോഷിച്ച് അവിടുത്തെ തിരുവുടലിൽ, ഭഗവാന്റെ തിരുവുടലിൽ പുഷ്പവൃഷ്ടി ചെയ്തു ദേവന്മാർ. അപ്പോഴേക്കും എന്തു പറയട്ടെ, പേടി കൊണ്ടാണെങ്കിലും സദാ ഭഗവാനെ തന്നെ ചിന്തിച്ചിരുന്ന കംസന് സായുജ്യം ലഭിച്ചു. എന്താ ഭഗവാനെ തന്നെ ചിന്തിച്ചിരുന്നത്? ദുഷ്ടൻ, എന്നെ കൊല്ലാമെന്ന കാലൻ, കൃഷ്ണൻ കൃഷ്ണൻ എന്ന് അവൻ ഭയന്നാണ് ഭഗവാനെ എപ്പോഴും എപ്പോഴും നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക. പക്ഷേ ദേഷിച്ചാണെന്നേ ഉള്ളൂ, ക്രോധം കൊണ്ടാണെന്നേ ഉള്ളൂ. പക്ഷേ എപ്പോഴും അവൻ്റെ ഉള്ളിൽ കൃഷ്ണ എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. അതാ നമ്മൾ മനസ്സിലെങ്കിലും ഭഗവാനെ നമുക്ക് ദേഷ്യം കൊണ്ടാണെങ്കിലും കൃഷ്ണ കൃഷ്ണ അല്ലേ ഭഗവാനെ നാരായണ എന്നുള്ള ഒരു മനസ്സാണെങ്കിൽ അവിടെ സായുജ്യം കിട്ടി. അതുകൊണ്ട് ഇവിടെ പറയുന്നു, മനസ്സിൽ സദാ എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിച്ചിരിക്കുക കംസൻ ഭയന്നിട്ട്. അതുകൊണ്ട് കംസന് സായുജ്യം ലഭിച്ചു. പരമപുരുഷനായ ഭഗവാനീ വിഷ്ണു കൃഷ്ണ, ഇത് നിന്തിരുവടി വധിച്ചത് കൊണ്ടുണ്ടായ കാലനേമിയുടെ ജന്മാന്തര വാസന കൊണ്ടാണ്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഭഗവാൻ മഹാവിഷ്ണു കാലനേമിയുടെ മരണത്തിന് കാലനായി നിന്നതാണ്. അതിൻ്റെ ആ ജന്മത്തിൻ്റെ വാസന കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കംസനായിട്ട് വന്നത്. മുൻ ജന്മത്തിൽ കംസൻ കാലനേമി എന്ന രാക്ഷസനായിരുന്നു. ദുഷ്ടത മുഴുത്ത അവനെ അസുര യുദ്ധത്തിൽ ഭഗവാൻ വിഷ്ണുവാണ് വധിച്ചത്. മരണസമയത്ത് വിഷ്ണുവിനെ കണ്ട് ഭയന്നതിനാൽ അടുത്ത ജന്മമായ കംസന് സദാ വിഷ്ണുവിനോടുള്ള ഭയം തന്നെയായിരുന്നു. ആ കഴിഞ്ഞ ജന്മത്തിൽ ഭഗവാൻ മഹാവിഷ്ണു വധിച്ചതുകൊണ്ട് ആ ഒരു ഭയം കൊണ്ടാണല്ലോ മരണപ്പെട്ടത്. അപ്പോൾ ആ ഭയത്തോടുകൂടി തന്നെ പിന്നെ നമുക്ക് അവസാന നിമിഷത്തിൽ എന്താണ് നമ്മുടെ ഉള്ളിലിരിപ്പ്, അതാ അടുത്ത ജന്മത്തെ വാസന. അത് വെച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അതുകൊണ്ടാണ് പോകാൻ സമയം ഭഗവാനെ നമുക്ക് ഓർമ്മ, ഞാൻ ചില നാമത്തിൽ എഴുതിയേക്കുന്നതാ, നമുക്ക് അന്ത്യനാൾ വരെയും ശ്രദ്ധ വേണം, ഭക്തി വേണം, ഈശ്വരനുള്ള ആ ഒരു ഉണർവ് നമുക്ക് വേണം. ഭഗവാനുള്ള ചിന്ത നമ്മൾ മറന്നു പോവാതിരിക്കണം. അതിന് ഓർമ്മക്കേടായി കിടന്നു പോകരുതേ. എപ്പോഴും ഭഗവാന്റെ ചിന്ത ഉള്ളിൽ വേണം. ഇവിടെ അതിൻ്റെ മനസ്സിലാക്കണമെങ്കിൽ ഈ കാലനേമി എന്ന് പറഞ്ഞ കഴിഞ്ഞ ജന്മത്തെ ഈ കംസൻ ഭഗവാൻ വിഷ്ണു വധിച്ചപ്പോൾ ഭയം കൊണ്ടാണെന്ന് മരണഭയം. ആ ഭയത്തോട് അത് അവസാന നിമിഷത്തിൽ ആ ഭയം കൊണ്ട് മരിച്ചതുകൊണ്ടാണ് അയാൾ വീണ്ടും ഈ കംസനായി ജനിച്ചപ്പോൾ തൊട്ട് അന്നോട്ടേ കാരണം ഭയമാണ്. ദേവകിയെ വിവാഹം കഴിച്ചുകൊണ്ട് പോയപ്പോൾ അശ്ലീല വാക്ക് 8ാമത്തെ പുത്രൻ കൊല്ലു എന്ന് കേട്ട അന്ന് തുടങ്ങിയ ഭയമാണ് ഈ കംസന്. കാരണം എന്താ? ആ കഴിഞ്ഞ മുൻജന്മ വാസന. അതുകൊണ്ടാണ് നമ്മൾ മരണം നമുക്ക് പ്രാർത്ഥിക്കണം, ഭഗവാനെ അന്ത്യനാള് വരുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ നമ്മളെ ഉള്ളിൽ എന്താ നമ്മുടെ വാസന, ആ സമയം വരെ അതാണ് നമുക്ക് വരൂ. നമ്മൾ ഈ ലോക ചിന്തയിൽ കിടന്നാണ് ദുരിതം അനുഭവിച്ച് അത് തന്നെ ചിന്തിച്ചിരിക്കുന്നെങ്കിൽ ആ വാസനയിൽ ജനിച്ചു വരും. നമ്മൾ ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന ഒരു മരണം കിട്ടിയാൽ ആ വാസനയാണ് നമുക്ക് ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ബ്രാഹ്മണനായി എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മിയായും ഉള്ള ജനനം ഉണ്ടാകും. അത്രത്തോളം ഭക്തനായൊരു ജനനം നമുക്ക് കിട്ടും. അപ്പോൾ എന്ന് വെച്ചിട്ട് നമ്മൾ സന്യാസി ആവണം എന്നല്ല. ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ സുഖങ്ങളും ലൗകികമായ സുഖങ്ങളും കിട്ടും. ഈശ്വരനെ അങ്ങേയറ്റമായി നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ വസിക്കുകയും ചെയ്യും. അതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത്, മക്കളെ, ഞാൻ എന്തായാലും കൃഷ്ണ ഹരേ എന്നുള്ള നാമത്തിൽ എഴുതിയിട്ടുണ്ട്, അന്ത്യനാൾ വരെയും നമുക്ക് ശ്രദ്ധ വേണം, ഓർമ്മ വേണം, എപ്പോഴും ഭക്തനായിരിക്കണം, ആർക്കും ദ്രോഹം ചെയ്യരുത്. അത് നമ്മുടെ അവസാനത്തെ ഒരു ചിന്തയാണ് അതിൽ എഴുതിയേക്കുന്നത്. അതൊക്കെ നമുക്ക് വേണ്ടുന്നത്. അല്ല ഈ ലോക ജീവിതത്തിൽ ഇത് വേണമെന്നൊക്കെ നമുക്ക് അതിന് മുമ്പേ പ്രാർത്ഥിച്ചാൽ മതി. എല്ലാം നമുക്ക് ഒരുവിധം നിറവാണെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടുന്ന പിന്നെ ഇതൊക്കെയാണ്. അങ്ങനെയുള്ളൊരു മരണമാണ് നമുക്ക് വേണ്ടുന്നത്. ഓർമ്മയോടുകൂടി ഭഗവാനിൽ ലയിച്ചു പോകുന്ന ഒരു മരണം കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു ജന്മം നമുക്ക് സിദ്ധിക്കും. അതല്ലെങ്കിൽ മോശമാണോ? അതിന് എല്ലാം നമ്മൾ വെടിയണം. അപ്പോഴേ നമുക്ക് മുക്തനാവാൻ പറ്റുക. അത് കൈവല്യം പ്രാപിക്കണമെങ്കിൽ അതിൻ്റെതായ എല്ലാ ഇന്ദ്രിയങ്ങളെ അടക്കി സർവ്വതും നമ്മൾ ഈ ലോകത്തിലെല്ലാം നമ്മൾ ത്യജിച്ചെങ്കിൽ മാത്രമേ അതിന് പോകാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ
കംസന്റെ ഭയം എങ്ങനെ ഇരുന്നു മരണത്തിൽ കഴിഞ്ഞ ജന്മം ആ രാക്ഷസൻ ആ ഭയം ആയതുകൊണ്ട് അതാണ് ഈ ജന്മത്തിൽ അയാൾക്ക് കിട്ടിയത്. അതുകൊണ്ട് മുൻ ജന്മത്തിൽ കംസൻ കാലനേമി എന്ന രാക്ഷസനായിരുന്നു. ദുഷ്ടത മുഴുത്ത അവനെ ദേവ അസുര യുദ്ധത്തിൽ ഭഗവാൻ വിഷ്ണുവാണ് വധിച്ചത്. മരണസമയത്ത് വിഷ്ണുവിനെ കണ്ടു ഭയന്നതിനാൽ അടുത്ത ജന്മമായ കംസന് സദാ വിഷ്ണുവിനോടുള്ള ഭയം തന്നെയായിരുന്നു. കാരണം ഭഗവാൻ നാരായണൻ തന്നെയാണല്ലോ കൃഷ്ണനായി വന്നത്. അതുകൊണ്ട് ആ ഒരു വാസന കിടന്നുകൊണ്ടാണ് ഇവിടെ കൃഷ്ണ കൃഷ്ണ എന്നുള്ള ഭയം വന്നത്. ഭയത്തോടു കൂടിയുള്ള സ്മരണയായിരുന്നെങ്കിലും, കാരണം അയാളുടെ ഓർമ്മ ആ ഭയം തന്നെയാണെങ്കിൽ പോലും സദാ വിഷ്ണു സ്മരണ ഉണ്ടായിരുന്നതിനാലും, കാരണം കൃഷ്ണ കൃഷ്ണ നീ എൻ്റെ കാലിനായി വന്നിരിക്കുന്നു എന്നുള്ള ചിന്ത, അതുകൊണ്ടാണ് സ്മരണ ഓർമ്മ അത് ഉണ്ടായതുകൊണ്ടും വിഷ്ണുവായ കൃഷ്ണൻ്റെ കരത്താൽ കയ്യാൽ മരണപ്പെട്ടതിനാലും, കാരണം ഭഗവാന്റെ കയ്യാലാണല്ലോ അവൻ മരിച്ചത്, അതുകൊണ്ട് കംസന് സായുജ്യം ലഭിച്ചു. സായുജ്യം ലഭിക്കുന്നതിന് ഏത് വഴിയായാലും, അതായത് നമുക്ക് സ്നേഹമാണോ, ഭഗവാനുള്ള സ്നേഹമാണോ, അതോ പ്രേമമാണോ, അതായത് സ്നേഹത്തിലും കവിഞ്ഞ ഒരു പ്രേമമുണ്ട്, അതാണോ, അല്ല അതുമല്ല ഭക്തി കൊണ്ടാണോ, അതുമല്ല ഭയം കൊണ്ടാണോ, അതുമല്ല വെറുപ്പാണോ, അങ്ങനെ മനസ്സ് സദാ ഭഗവാനിൽ ഉണ്ടായിരിക്കുക എന്നതാണ് ആവശ്യം. എന്തിനാ? സായുജ്യത്തിന്, ഭഗവാനിൽ ചേരാൻ. നമ്മൾ ഭയം കൊണ്ട് കൃഷ്ണ 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 എന്നുള്ള രീതിയിൽ നമ്മൾ ഉള്ളിലെപ്പോഴും സദാ നമ്മളെ സ്മരണ അങ്ങനെ ആയാലും, ഭക്തി കൊണ്ട് ഭഗവാനേ കണ്ണ കൃഷ്ണ അങ്ങനെ നാമജപങ്ങൾ ചൊല്ലി ചൊല്ലി ഭഗവാന് പ്രേമമായ ഭക്തി കൊണ്ടായാലും, അതേസമയം വെറുപ്പാണോ ഭയമാണോ എന്തുകൊണ്ടായാലും നമ്മുടെ മനസ്സ് എപ്പോഴും മനസ്സിനകത്താണ് ഇതെല്ലാം കാരണങ്ങൾ. ഈ മനസ്സ് എവിടെ എത്തുന്നു അതാണ്. ആ മനസ്സ് സദാ ഭഗവാനിൽ ഉണ്ടായിരിക്കണം എന്നതാണ് നമുക്കെല്ലാം ആവശ്യം. അപ്പോഴും നമുക്ക് എന്തുവരും? ഇവിടെ കംസന് കിട്ടിയതുപോലെ കംസന് ഭയത്തോടുള്ള വിദ്വേഷ ഭക്തിയാണ് ഉണ്ടായിരുന്നത്. ഈ ഭക്തി എന്നെന്താ പറയാൻ കാരണം? എപ്പോഴും ഓർമ്മ സദാ അയാളുടെ ഉള്ളത്തിൽ ഭഗവാനുള്ള ചിന്തയായിരുന്നു. അതെന്തുകൊണ്ടാ? ഭയം കൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാനോടെ ഇദ്ദേഹത്തിന് സായുജ്യത്തിന് കാരണമായി, ഭഗവാൻ സായുജ്യം കൊടുത്തത് അതുകൊണ്ടാണ്. അപ്പം നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയായാലും ഭക്തി കൊണ്ടായാലും ഒരു ഉണ്ണിക്കണ്ണനെ പോലെ നമ്മുടെ മകനായോ പ്രേമമാകുന്ന ഭക്തിയോ സ്വന്തം കുഞ്ഞായോ കണ്ണനെ നമ്മൾ എപ്പോഴും കൂടെ നടത്താൻ ഒരു മകനായി ചെയ്യുവാണെങ്കിൽ, ഞാൻ അങ്ങനെയാണ് കാണുന്ന ഭഗവാനെ. എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കണ്ണനാവുമ്പോൾ, അത് എന്ന് തുടങ്ങിയ ഒരു 10-13-12 വർഷത്തിനകത്തേ ആയുള്ളൂ ഈ കണ്ണനെ മകനായി കാണാൻ. കാരണം മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയപ്പോൾ എനിക്കൊരു മകൻ വേണം. എൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ, തിരക്ക് പിടിച്ച മക്കളോടൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഈ വന്ന കാലം അങ്ങനെയാണ്, അവർക്ക് എപ്പോഴും തിരക്കല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും കൂടെ വേണ്ടേ ഒരാൾ. അപ്പോൾ അതിനെനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ കിട്ടിയ ഒരു കാരണം ഭക്തൻ എത്രത്തോളം എനിക്ക് ഭക്തിയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കതൊരു മകനും കൂടെ മകനായിട്ടാണ് ഞാൻ എൻ്റെ കണ്ണനെ കാണുന്നത്. ഒരു ഉണ്ണിക്കണ്ണൻ, കുഞ്ഞു ഉണ്ണിക്കണ്ണൻ, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോഴെപ്പോഴും കണ്ണ എന്ന് നമുക്ക് എന്ത് ചെയ്യുമ്പോഴും കൂടെ നമ്മുടെ മുണ്ടേ പിടിച്ച് ഇങ്ങനെ തൂങ്ങി നടക്കുന്നൊരു കണ്ണൻ, അതാണ് എൻ്റെ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മക്കളെ പറയുന്നത്, എപ്പോഴും ഈശ്വരനിൽ ഏത് തരത്തിലും ഭക്തി വർദ്ധിപ്പിക്കൂ. അപ്പോൾ എല്ലാ വിഷമങ്ങളും നമുക്ക് മാറ്റി തന്നിട്ട് നമുക്ക് നമ്മുടെ ഓർമ്മയോടുകൂടി തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാ. എനിക്കിപ്പോൾ എല്ലാ കാര്യവും നിറവായ കാര്യങ്ങളാണ്. എന്താ വെച്ചാൽ എനിക്ക് ഇപ്പം ഒരു മകൾ എനിക്ക് അയച്ചു തന്ന്, കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാനത് എങ്ങനെ ചൊല്ലും? കരുണ ചെയ്യുവാൻ എന്തു താമസം വെച്ചാൽ എനിക്ക് ഒരുവിധം എല്ലാം തന്നെ ഒന്നും എനിക്ക് മുന്നോട്ട് ഭഗവാനോട് ചോദിക്കാൻ ഒന്നും തന്നെ ഇല്ല. പിന്നെ എങ്ങനെ എനിക്ക് കരുണ ചെയ്തില്ല എന്ന് ഞാൻ പറയും? അത് നന്ദിയാണോ? എനിക്ക് വേണ്ടുന്നതെല്ലാം എനിക്ക് തൃപ്തികരമാണ്. ഭഗവാനുള്ള ഭക്തി തുടക്കം കിട്ടിയാൽ കൊള്ളാം, അതെനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഭഗവാന്റെ കരുണ എന്നേ ഞാൻ അനുഭവിക്കുന്നു. അതിൽ കൂടുതലുണ്ടോ തരുക? പക്ഷേ ഞാൻ ചോദിച്ചല്ലല്ലോ കിട്ടുന്നത്. അത് എന്താണ് എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഭഗവാൻ അറിയാമല്ലോ. പിന്നെ ഈ ലോകത്തുള്ള എല്ലാം ഞാൻ മടുത്തു, എല്ലാം നന്നായി അനുഭവിച്ചു, എല്ലാത്തിൽ നിന്നും ഞാൻ വിരമിച്ചു. വിശപ്പിന് നമ്മൾ ലളിതമായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഇന്ന് എന്ത് വേണോ അത് കഴിക്കുന്നു, നാളെ എന്താ വേണ്ടത് അപ്പോഴും ചിന്തിക്കും. അങ്ങനെയുള്ള ഒരു ജീവിത രീതിയിൽ കഴിഞ്ഞുകൂടുന്നു. എല്ലാത്തിൽ നിന്നും ഞാൻ വിരമിച്ചു. ഇനി ഞാൻ എന്തിനാ കരുണ ചെയ്യുവാൻ? എന്താ താമസം ചോദിക്കാൻ പറ്റുമോ? കരുണ ചെയ്യുവാൻ എന്തോ താമസം
കൃഷ്ണ, ഞാനതെങ്ങനെ ചോദിക്കും? എന്തിൻ്റെ കരുണ എനിക്കിനി വേണമെന്ന് ഞാൻ പറയുന്നു? എനിക്ക് ഭഗവാൻ തരുന്നതെല്ലാം തൃപ്തികരമാണല്ലോ. ഇനി അതിനപ്പുറത്തേക്ക് വല്ലതും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ തന്നോട്ട്. അത് എനിക്കറിയില്ല, ഇത് ചോദിക്കേണ്ടത് കാര്യമുണ്ടോ? കാരണം എനിക്ക് എൻ്റെ ഭഗവാൻ എനിക്ക് ആനന്ദാനുഭൂതി അനുഭവം ആക്കി തന്നു. ഇനി അതിൽ കൂടി ഒരു കരുണ ഇനി എനിക്കെന്താ കിട്ടാനുള്ളത്? എൻ്റെ ഭഗവാൻ തന്നല്ലോ. ഇനി എനിക്ക് കരുണ ചെയ്യാൻ എന്താ താമസം എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇനി വല്ലതും ഉണ്ടെങ്കിൽ തന്നോട്ടെ. അതെനിക്ക് അറിയില്ല, എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കിട്ടിയതെല്ലാം തൃപ്തികരമാണ്. ആനന്ദം അനുഭവിക്കുന്നു, അതും തൃപ്തികരമാണ്. ഈ ലോക ജീവിതമെല്ലാം ഞാൻ അനുഭവിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് എല്ലാത്തിൽ നിന്നും ഞാൻ വിരമിച്ചിരിക്കുന്നു. ഇനി എന്ത് താമസം എന്നാ പറയണ്ടേ? അതുകൊണ്ട് എനിക്ക് ആ പാട്ട് ചൊല്ലാൻ എനിക്ക് അർഹത ഇല്ലാത്തതാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ഞാൻ എപ്പോഴും പഠിച്ച് ഞാൻ പാടാം. കാരണം മറ്റുള്ള മക്കൾക്ക് വേണ്ടി എനിക്ക് എന്താ ഭഗവാനെ, എൻ്റെ ഭക്ത മക്കൾക്ക് കരുണ ചെയ്യാൻ എന്താ താമസം എന്ന് ഉള്ളുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഞാൻ ആ പാട്ട് പാടാം. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള നാമങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ പഠിക്കട്ടെ. എനിക്ക് വരികളൊന്നും അറിയത്തില്ല, ടോണും അറിയത്തില്ല. എന്നേ അത് കേൾക്കുമ്പോഴൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു മകള് രാധയാണ് ഇത് ഇട്ട് തന്ന്. ഇനി ഞാൻ അത് പഠിച്ചിട്ട് ഞാനിത് ചൊല്ലി കേൾപ്പിക്കാം. എന്നിട്ട് എനിക്ക് വേണ്ടിയല്ല ഞാൻ ഒന്നും ഭഗവാനോട് ചോദിക്കാറില്ല. കാരണം എനിക്ക് കിട്ടിയതൊക്കെ തൃപ്തികരമായി. ഇനി എനിക്ക് യാതൊന്നും ഭഗവാനെ അത് വേണം ഇതൊന്നും ഒരു ചോദ്യമില്ല. മക്കളെ നിങ്ങൾക്കത് തരണം, അത് മാത്രമേ എനിക്കുള്ളൂ. ഉള്ളതിനെ അങ്ങോട്ട് തരണം എന്നുള്ളതൊറ്റ ചിന്തയേ ഉള്ളൂ. പിന്നെ എന്താണ് എനിക്ക് ആവശ്യമെന്ന് ഭഗവാനെ അറിയൂ, എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പോകേണ്ട സമയം വരെ നോക്കിയിരുന്ന് ശ്രദ്ധയോട് പോകാനാണ് ഞാൻ ആ പ്രാർത്ഥന, അതൊക്കെ ഞാൻ ചൊല്ലും. എനിക്ക് ശ്രദ്ധ വേണം, എനിക്ക് അവിടേക്ക് ഭഗവാന്റെ അടുക്കലേക്ക് വരാനുള്ള ഓർമ്മശക്തി വേണം. എന്നെ തളർത്തിയിടരുത്, ഓർമ്മക്കെടാട്ട് വിടരുത്. ഭഗവാന്റെ കയ്യാൽ അവിടുന്ന് വിഷ്ണുദൂതന്മാരെ എനിക്ക് ഇങ്ങോട്ട് വഹിച്ച് എന്നെ അത്രത്തോളം ആനന്ദത്തിൽ കൊണ്ടുപോകണം എന്നുള്ള നാമങ്ങളെല്ലാം ഞാൻ ചൊല്ലും. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇനി പോകേണ്ട വഴിയാണ് ഞാൻ നോക്കുന്നത്. അതുവരെ ഒരു ദ്രോഹം ആരോടും ചെയ്യാതെയും ഒക്കെ ഇരിക്കണം, ഭക്തിയോടുകൂടി ഇരിക്കണം. ഇപ്പം കിട്ടിയതെല്ലാം അതേപടി ഇരിക്കണം. അല്ല ഇനി എന്നും എനിക്കവിടെ വേണം എന്നല്ല, ഞാൻ എങ്ങനെ ആയി തീർന്ന് അങ്ങോട്ട് പോകേണ്ട വഴി ഞാൻ ഒരുക്കുക. പോകാനുള്ള നമ്മളുടെ നമുക്കൊരു സ്ഥലത്ത് പോകണം. ഇന്ന് എനിക്ക് എവിടെയെങ്കിലും പോകണം, ഞാൻ ഇന്നലെ ഒരുങ്ങണമല്ലോ. നാളെ എങ്ങനെയാണ് പോകേണ്ടത്, എവിടത്തെയാണ്, അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കണമല്ലോ. ആ തീരുമാനമാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകം വെച്ചാണ് ഇപ്പോൾ മക്കളെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും എൻ്റെ അല്പ അറിവ് അത് തരുന്നത്. അത് എൻ്റെ സന്തോഷമല്ല, അത് ഭഗവാന്റെ സന്തോഷം. ആ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. അത്രയേ ഉള്ളൂ. എനിക്കിനി ഒന്നും ഇങ്ങോട്ട്, കാരണം എനിക്കൊരാഗ്രഹം എന്തായി ഒരാൾക്ക് കൊടുത്തിട്ട് പോകണമെന്നുള്ളൊരു ചിന്ത മാത്രം ഉണ്ടായിരുന്നു. അത് സാധിച്ചു. ഇനി ഞാൻ അപ്പുറത്ത് എന്ത് കരുണ തരാനാ ഭഗവാനോട്? ഞാൻ താമസം എന്താന്ന് ചോദിക്കാൻ പറ്റുമോ? എനിക്കെല്ലാം ഉള്ളിലൊന്നും അറിഞ്ഞുകൂടാ എന്തോ വേണമെന്ന്. എനിക്കൊന്നും വേണ്ട എന്നുള്ളതാണ്. ഇത് എത്രത്തോളം എന്നിലെല്ലാം ഉണ്ട് അത് നിലനിൽക്കുക. അത് ഞാൻ മരണം വരെ അത് എന്നിൽ വേണം. അത്രയും ഞാൻ അത് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ല എന്നെ എന്താ താമസിപ്പിക്കുന്നതെന്നൊരു ചോദ്യം ചോദിക്കാൻ അപ്പോൾ ഞാൻ തെറ്റുകാരിയല്ലേ? അത് എന്തു പറഞ്ഞാൽ അത് ഞാൻ അഹങ്കാരമല്ലേ? കാരണം എല്ലാവർക്കും തൃപ്തികരമാണ്. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.